നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് NFPയുടെ സംയുക്ത ഡിവിഷണൽ സമ്മേളനം KG ബോസ് മന്ദിരത്തിൽ വെച്ച് നടന്നു. പോസ്റ്റൽ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ E. അഫ്സൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഒരു പക്ഷേ ഇതിനോടകം തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമായി, ജാത്യാധിപത്യ രാഷ്ട്രമായി മാറിക്കഴിയുമായിരുന്നു. എങ്ങനെയാണ് ഇത് തകർത്തത്? നമ്മൾ ഒരുമിച്ച് നിന്നാണ് തകർത്തത്. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം സഭക്കകത്ത് BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല. കേവല ഭൂരിപക്ഷം പോരാ, 4-3 ഭൂരിപക്ഷം വേണം. അതും ലഭിച്ചില്ല. താൽക്കാലികവും രക്ഷപ്പെട്ടതാണ്. നമ്മുടെ മുമ്പിൽ അപകടം നിൽക്കുകയാണ്. ഇവർ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രത്തെക്കുറിച്ചാണ് വലിയ ചർച്ച നടക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഹിന്ദുരാഷ്ട്രം എന്ന് പ്രയോഗിച്ച് നല്ല മതേതരവാദിയായ ഹിന്ദുമത വിശ്വാസി പോലും തെറ്റിദ്ധരിക്കുന്നത് ഹിന്ദുരാഷ്ട്രമല്ലേ, ഹിന്ദുരാഷ്ട്രം വന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു തോന്നലാണ്. ഹിന്ദുരാഷ്ട്രമല്ല RSന്റെ അജണ്ട. 2024 കേവല ഭൂരിപക്ഷം ഉണ്ടാകും, 4-3 ഭൂരിപക്ഷം ലഭിക്കും എന്ന് കരുതി മനുസ്മൃതി അടിസ്ഥാനത്തിൽ പുതിയ ഭരണഘടനയുടെ പണി ഉൾപ്പെടെ RSSന്റെ നാഗ്പൂരിലെ ആസ്ഥാനത്തിൽ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. എന്താ മനുസ്മൃതി? മനുസ്മൃതിയെ കുറിച്ച് നമുക്ക് എല്ലാവരുടെയും നാവിലുള്ള ഒരു ശ്ലോകമാണ് സ്ത്രീകളെ സംബന്ധിച്ച മനുസ്മൃതിയുടെ ശ്ലോകം. അറിയണ്ടാകും. എന്താ? പിതൃരക്ഷത് കൗമാരെ, ഭർത്തൃരക്ഷത് യൗവനെ, പുത്രരക്ഷതി വാർദ്ധക്യെ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന് മനുസ്മൃതി പറയാം. ആ മനുസ്മൃതി ആധാരമാക്കി ജാത്യാധിപത്യ ഫ്യൂഡൽ സംവിധാനമാണ്. ജാത്യാധിപത്യ സൊസൈറ്റിയിലേക്ക്, ജാത്യാധിപത്യ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ തിരിച്ചു നടത്തണം. ഇതാണ് അജണ്ട. ഈ അജണ്ടയുമായിട്ട് RSS നടക്കുന്നത് അല്ലാണ്ട് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനല്ല, എല്ലാ ഹിന്ദുക്കളും സമന്മാരായി ജീവിക്കുന്ന രാഷ്ട്രം ഉണ്ടാക്കാനല്ല. ഒരു 80 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ഒക്കെ സമരം ചെയ്ത് തകർത്ത് തുടർന്ന് അതിന്റെ പിറകെ വന്ന ചെങ്കൊടി പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയ ജാത്യാധിപത്യ സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തെ മുഴുവൻ തിരിച്ചു നടത്താനാണ് അജണ്ട. M. ആശ മുഖ്യ പ്രഭാഷണം നടത്തി. VS. സുരേന്ദ്രൻ GDS ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. സമ്മേളനത്തിന് MK സനൂപ് സ്വാഗതം പറഞ്ഞ ചടങ്ങ് PV സുധീർ അധ്യക്ഷത വഹിച്ചു. T. ശിവരാമൻ, V. മണികണ്ഠൻ, സതീശൻ പനച്ചിക്കൽ, മഞ്ജുഷ, നൂറുദ്ദീൻ, ഷീജ KV എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. NP അബ്ദുൽ ഖാദർ, VKT വിനോദ് കുമാർ, TP പരമേശ്വരൻ, CP ബഷീർ, പ്രദീപ് കന്മനം, കല്യാണിക്കുട്ടി, സുരേഷ് ഇല്യാസ് എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ചടങ്ങിന് പ്രദീപ് കന്മനം നന്ദിയും പറഞ്ഞു.